ഈശോയിലേറ്റവും എന്ന് പറഞ്ഞവരെ ഇന്ന് ഈശോയുടെ സ്വർഗാരോഹണ തിരുനാളാണ്. തിരുനാളിന്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ആദ്യമേ തന്നെ സ്നേഹപൂർവ്വം നേരുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോയുടെ സ്വർഗാരോഹണ ആ രംഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്: അവൻ അവരെ ബഥാനിയെ വരെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഒരു ഉയർന്ന മലയിലേക്ക് അവരെ കൊണ്ടുപോയി അവൻ അവരിൽ നിന്നും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുക, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയാണ്. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്: ദൈവത്തിന്റെ വചനം ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നെന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അനുഗ്രഹമാണ്, വലിയൊരു കൃപയാണ്. ദൈവത്തിന്റെ വചനം കേൾക്കാനും അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അത് ഗ്രഹിക്കാൻ തക്കവിധം തങ്ങളുടെ മനസ്സ് അവൻ തുറന്നെന്ന് വായിക്കുകയാണ്. നമ്മളെ സ്നേഹമുള്ളവരെ, ഇന്നത്തെ വിശേഷഭാവം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം പ്രാർത്ഥിക്കേണ്ട ഈ ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ടാണ്. കർത്താവിന്റെ വചനം ഗ്രഹിക്കാനുള്ളൊരു കൃപ. നമ്മൾ ചുമ്മാ വായിച്ചു പോയിട്ടോ കേട്ടതുകൊണ്ട് കാര്യമില്ല. ഈ കേൾക്കുന്ന വചനം അല്ലെങ്കിൽ വായിക്കുന്ന വചനം ഗ്രഹിക്കാനായിട്ട് നമുക്ക് സാധിക്കാനായിട്ട് ഒരു കൃപ വേണം. ആ ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമതായിട്ട് നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്: ഈശോ ശിഷ്യന്മാരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അവിടെ ഇപ്രകാരം വായിക്കുന്നു: അവർ അത്യന്തം സന്തോഷത്തോടെ തിരികെ പോയി എന്ന് പറയുകയാണ്. ദൈവത്തിന്റെ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞ ശിഷ്യന്മാര് ഒത്തിരി സന്തോഷത്തോടെ അവർ തിരിച്ചുപോയി. സ്നേഹമുള്ളവർ, ഇന്നത്തെ സുവിശേഷഭാഗം വായിച്ചു ചെയ്യുമ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ട ഒരു കൃപ ഇതാണ്: ദൈവത്തിന്റെ അനുഗ്രഹം ലഭിച്ചിട്ട് സന്തോഷത്തോടെ ജീവിക്കാനുള്ളൊരു കൃപ. ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കും. അത്യന്തം സന്തോഷത്തോടെ അവർ ജെറുസലേമിലേക്ക് മടങ്ങിയെന്നാണ് നമ്മൾ വായിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷഭാഗം വായിച്ചു ചെയ്യുമ്പോൾ ഈ രണ്ട് കൃപകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന്, ദൈവത്തിന്റെ വചനം ഗ്രഹിക്കാനുള്ളൊരു കൃപ. രണ്ട്, സന്തോഷത്തോടെ ജീവിക്കാനുള്ളൊരു കൃപ. ഈ രണ്ട് കൃപകൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.